ഹരേ രാമ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. കർക്കിടകത്തിലെ 38 വെള്ളി. ഈ കർമ്മം ചെയ്താൽ മഹാഭാഗ്യമാണ് ഓരോ നക്ഷത്ര ജാതകർക്കും വന്നു ചേരുക. കർക്കിടക മാസത്തിൽ ഒരു പ്രത്യേക കർമ്മം ചെയ്യുന്നത് ഏറെ ഭാഗ്യവും ധനലാഭവും സമ്മാനിക്കും. കർക്കിടക മാസം ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മിക മാസം കൂടിയാണ്. അതായത് ജൂലൈ 18 കർക്കിടകത്തിലെ 38 വെള്ളിയാണ്. അതായത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം വന്നു ചേരുന്ന ദിവസമാണിത്. ഈ ദിവസം നാം ചെയ്യുന്ന കർമ്മം കൊണ്ട് വളരെയധികം ഭാഗ്യവും മഹാഭാഗ്യവും വന്നു ചേരും. അതായത് 1 രൂപ നാണയം കൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. എല്ലാ നക്ഷത്ര ജാതകർക്കും ഇത് ചെയ്യാവുന്ന കാര്യമാണിത്. ഇത് ത്രിസന്ധ്യ സമയത്താണ് നാം ചെയ്യേണ്ടത്. 6:13 6:43 ഇടയിൽ വിളക്ക് വെച്ച് ഇത് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. വിളക്ക് കത്തിച്ചതിന് ശേഷം താമരപ്പൂ മഹാലക്ഷ്മിയുടെ ചിത്രത്തിന് മുന്നിലോ വിളക്കിന് മുന്നിലോ വയ്ക്കുന്നത് വളരെയധികം ഭാഗ്യം സിദ്ധിക്കും. താമരപ്പൂവെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഇതില്ലെങ്കിൽ തുളസിയോ മുല്ലപ്പൂവോ പനിനീർ പൂവോ വയ്ക്കാവുന്നതാണ്. മഹാലക്ഷ്മിയുടെ ചിത്രം നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ ഏതെങ്കിലും ദേവി ചിത്രമായാലും മതി. മധുര നിവേദ്യങ്ങൾ ഉണ്ടെങ്കിൽ അവയും വയ്ക്കാവുന്നതാണ്. ശർക്കര അടയോ ഉരുണ്ട ശർക്കരയോ പായസമോ ഇതല്ലെങ്കിൽ പാലിൽ പഴം നുറുക്കി അല്പം പഞ്ചസാര ഇട്ടതോ ദേവിക്ക് നിവേദ്യമായി ഭഗവതിക്ക് മുന്നിൽ വയ്ക്കുക. പറ്റുമെങ്കിൽ നെയ്വിളക്ക് വയ്ക്കാവുന്നതാണ്. ഒന്ന് തുളസിത്തറയിലും വയ്ക്കാം. തുളസിത്തറയിലും വെച്ചാലും വളരെയധികം ഗുണമാണ്. വിളക്ക് കൊളുത്തുന്ന സമയത്ത് നാം ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയേ പ്രസീത പ്രസീത ഓം ശ്രീം ഹ്രീം ശ്രീ മഹാലക്ഷ്മിയെ നമഃ എന്ന മന്ത്രം ഭക്തിയോടു കൂടി ഉരുവിടേണ്ടതാണ്. വീട് ഇരുണ്ട് കിടക്കരുത്. വീട്ടിൽ പ്രകാശം നിറയേണ്ട സമയം കൂടിയാണ്. ഇതിനു ശേഷം 1 രൂപ നാണയം കത്തിച്ചു വെച്ച വിളക്കിനെ ഒഴിഞ്ഞ് തലയ്ക്ക് മീതെ ഒഴിയണം. ആ സമയത്ത് നാം ഈ മന്ത്രം ഉരുവിടേണ്ടതാണ്. ഓം ഗം ശ്രീ സർവസിദ്ധി പ്രദായേ ശ്രീസം നമഃ എന്ന മന്ത്രം കൂടി ചൊല്ലണം. ഇത് ദേവിയെയും ഗണേശനെയും തൃപ്തിപ്പെടുത്തുവാനുള്ള മന്ത്രോച്ചാരണമാണ്. ഈ നാണയം നാം 3 തവണ തലക്കുഴിഞ്ഞ് അലമാരയിലോ പേഴ്സിലോ വെക്കേണ്ടതാണ്. ഇത് സ്ഥിരം അവിടെ തന്നെ വയ്ക്കുക. മറ്റു നാണയങ്ങൾക്കൊപ്പം പോകാതിരിക്കുവാൻ ഇതിനെ ഒരു തുണിയിലോ പേപ്പറിലോ പൊതിഞ്ഞു വയ്ക്കേണ്ടതാണ്. ഈ നാണയം കഴുകിയെടുത്ത ശേഷം വേണം ഈ കർമ്മം ചെയ്യുവാൻ. ആദ്യം വിളക്കിൽ 3 വട്ടം ഒഴിഞ്ഞ ശേഷം തലക്കുഴിഞ്ഞു വയ്ക്കുക. 38 വെള്ളി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറയാം. 38 വെള്ളി വ്രതം ആചരിക്കുന്നതിനായി അതിരാവിലെ തന്നെ കുളിച്ച് പൂജാമുറിയിൽ ലക്ഷ്മി രൂപത്തിനു മുന്നിൽ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കണം. രാവിലെയും വൈകിട്ടും ശരീരവും മനസ്സും എന്നിവ ശുദ്ധമാക്കി മേൽ പറഞ്ഞ മന്ത്രങ്ങളും മഹാലക്ഷ്മി അഷ്ടകവും ചൊല്ലാം. ഒരു നേരം അരിയാഹാരം കഴിക്കുന്നത് നല്ലതാണ്. എന്നാൽ മറ്റ് 2 നേരങ്ങളിൽ അരി ഒഴികെയുള്ള ധാന്യഭക്ഷണങ്ങൾ കഴിക്കാം. ഇന്നേ ദിവസം അഗതികൾക്ക് ധാന്യം, ആഹാരം എന്നിവ ദാനം ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. തുളസി ഇലയിട്ട വെള്ളം കുടിക്കുന്നതും പക്ഷി മൃഗാദികൾക്ക് അന്നം നൽകുന്നതും ഈശ്വര സേവ നടത്തുന്നതും ഇന്നേ ദിവസം വളരെയധികം ഗുണകരമാണ്. തുടർച്ചയായി 12-38 വെള്ളി വ്രതങ്ങൾ ആചരിക്കുന്നത് ആജീവനാന്ത സാമ്പത്തിക ഉയർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ്. ഏതൊരു വ്യക്തിയുടെയും സ്വൈര ജീവിതത്തിന് അനിവാര്യമായ ഒരു കാര്യമാണ് ധനം. ധനസമൃദ്ധി ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും തന്നെ പരിഹാരം കാണുവാൻ സാധിക്കും. ഇതിനു സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഹൈന്ദവാചാരപ്രകാരം നാം അനുഷ്ഠിക്കുന്ന 38 വെള്ളി വ്രതം. ലക്ഷ്മി പ്രാധാന്യമുള്ള ദിനമാണ്.
ഈ ദിവസം ലക്ഷ്മി ദേവിയെയും ഗണപതി ഭഗവാനെയും പ്രീതിപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ ധനപരമായി വളരെയധികം ഉയർച്ചയുണ്ടാകും. ഓരോ മലയാളം മാസത്തിലും ആദ്യം വരുന്ന ആഴ്ച ദിനങ്ങളെ 30 ഞായർ, 30 തിങ്കൾ, 30 ചൊവ്വ, 30 ബുധൻ, 30 വ്യാഴം, 30 വെള്ളി, 30 ശനി എന്നിങ്ങനെ വിളിക്കുന്നു. ഇത്തരത്തിൽ 30 വെള്ളിയാഴ്ചകളിൽ ആചാരശുദ്ധിയോടെ വ്രതം ആചരിക്കുന്നത് നമുക്ക് വന്നു ചേരുന്ന ദുരിതങ്ങളിൽ നിന്നും കരകയറുന്നതിനും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനും സഹായിക്കുന്നു. ലളിതാ സഹസ്രനാമം, മഹാലക്ഷ്മി അഷ്ടകം എന്നിവ ജപിക്കുന്നതും ഗണേശരാഷ്ടോത്തര ശതനാമാവലി ജപിക്കുന്നതും ഈ ദിവസം വളരെയധികം ഉത്തമമാണ്. നമ്മുടെ കടങ്ങളെല്ലാം ഒഴിവായി കിട്ടുവാനും ഋണമോചക ഗണപതിയെ പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, ധൈര്യലക്ഷ്മി, ശൗര്യലക്ഷ്മി, വിദ്യാലക്ഷ്മി, കീർത്തിലക്ഷ്മി, വിജയലക്ഷ്മി, രാജലക്ഷ്മി എന്നീ 8 ലക്ഷ്മിമാർക്കും തുല്യ പ്രാധാന്യത്തോടെ മഹാലക്ഷ്മി അഷ്ടക ജപം നടത്തുന്നത് സാമ്പത്തികപരമായ എല്ലാവിധ ദുരിതങ്ങളും നമ്മളിൽ നിന്നും അകറ്റുവാൻ സഹായിക്കുന്നു. മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള വീടുകളിൽ വളരെയധികം ശാന്തിയും സമാധാനവും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മുടെ വീട്ടിൽ വഴക്ക്, അനൈക്യം, കോപം എന്നിവ ഫലമായി വന്നു ചേരും. 30 വെള്ളിവ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ശിവൻ, ദേവി, സുബ്രഹ്മണ്യൻ, ഭദ്രകാളി, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, മഹാവിഷ്ണു, ഹനുമാൻ സ്വാമി, ഗണപതി, മഹാലക്ഷ്മി, ധർമ്മശാസ്ത്ര ഉപാസനയ്ക്ക് ഉത്തമമാണ്. സാധാരണയായി ലക്ഷ്മിയെയും ഗണപതിയെയും പൂജിക്കാൻ 30 വെള്ളിവ്രതം എടുക്കുന്ന ആളുകൾ അന്ന് ദേവിക്ക് വെളുത്ത പൂക്കളും ഗണപതിക്ക് കറുകമാലയും സമർപ്പിക്കാം. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തി ഗണപതി ഹോമം, പാൽ പായസം എന്നിവ വഴിപാടായി നേദിക്കാം. ഇതിൽ നമ്മുടെ സ്വന്തം കഴിവിനൊത്ത് ചെയ്യുക. 30 വെള്ളിയാഴ്ച ക്ഷേത്ര ദർശനം യാതൊരു കാരണവശാലും മുടക്കരുത്. അതുപോലെ തന്നെ വെള്ളി, ചൊവ്വ ദിനങ്ങളിൽ ധനം, സ്വർണം എന്നിവ കടമായി നൽകരുത്. എന്നാൽ നാം ധനം സ്വീകരിച്ചാൽ അത് ഗുണകരമാണ്. അതുപോലെ തന്നെ ഈ ദിനങ്ങളിൽ പണച്ചെലവ് കൂടുതൽ ചെയ്താൽ വരവിനേക്കാൾ കൂടുതൽ ചെലവ് വർദ്ധിക്കുന്നതാണ്. ധാന്യ സമൃദ്ധിക്കും സർവൈശ്വര്യത്തിനും ലക്ഷ്മി ദേവിയെ ഭജിക്കുവാൻ ഏറ്റവും നല്ല ദിവസമാണ് ഈ 30 വെള്ളി. അതിൽ തന്നെ മലയാള മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ദിവസം കൂടിയായതിനാൽ അതിവിശേഷമാണ് ഈ വെള്ളിയാഴ്ച ദിവസം. 30 വെള്ളിയിൽ ആചാരശുദ്ധിയോടെ വ്രതം ആചരിക്കുന്ന എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.